നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിലാസമെന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഗാന്ധിയുടെ ഇന്ത്യയെ ഗാന്ധിജിയുടെ നാടാണെന്ന് കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ. വിജയദശമി ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളെത്തി. വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. മുക്കാട്ടുകര ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജ്യോതിർഗമയ എന്ന പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ വിലാസം എന്നാൽ ഗാന്ധിജിയാണെന്നും ലോകരാഷ്ട്രങ്ങൾ രാജ്യത്തെ ഗാന്ധിയുടെ നാടായാണ് കാണുന്നതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ. പുറം രാജ്യങ്ങളിൽ വിദേശ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയ്ക്കെല്ലാം ഗാന്ധിജിയെ പരിഹാരമായി കാണുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാട് അത് തിരിച്ചറിയാത്തത് പ്രതിഷേധാർഹമാണ്. മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് DCC ഓഫീസിൽ സ്മൃതി സമ്മേളനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, സുനിൽ അന്തിക്കാട് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. ലോകത്തിലെ എല്ലാ നേതാക്കളും മാറ്റി തുടങ്ങി ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം അതിർത്തി ഗാന്ധിയുടെ അതുപോലെ എല്ലാ ആളുകളും അവരുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗാന്ധിജിയാണ് തിരിച്ചറിഞ്ഞ. പക്ഷേ ഗാന്ധിജിക്ക് രംഗം നേടിയ നൽകിയ നാട്ടിൽ ജീവിക്കാനും ജീവിക്കാനും ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഗാന്ധിജിയെ അകന്നു. മറ്റേതൊരു ദിവസത്തെ വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച ആയിരങ്ങൾ. ജില്ലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കായിരുന്നു. രാവിലെ മുതൽ ആയിരങ്ങളാണ് ക്ഷേത്രങ്ങളിലെത്തിയത്. തിരുവുള്ളക്കാവ്, പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ ആദ്യാക്ഷരം കുറിക്കാൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പ്രത്യേക സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾക്ക് പുറമെ തൃശൂർ ബ്രഹ്മസ്വമഠം ഉൾപ്പെടെ വിവിധ ആശ്രമങ്ങളിലും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുലർച്ചെ വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചു. പുലർച്ചെ 4 മുതൽ ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെ ഉണ്ടായിരുന്നു. തിരുവുള്ളക്കാവ് വാര്യത്തെ TV ശ്രീധരൻ വാര്യരുടെ നേതൃത്വത്തിൽ 60ഓളം ആചാര്യന്മാർ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. പുന്നംപറമ്പ് സെന്ററിൽ വടക്കാഞ്ചേരി നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് SA ആസാദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എൽദോ തോമസ്, വർഗീസ് വാഗയിൽ, VG സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PS റഫീഖ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ജോഷി കല്ലിയേൽ, AA അഷ്റഫ്, PV ഹസനാർ, K ബിരേഷ്, P സുനിൽകുമാർ, വറി ചിറ്റിലപ്പള്ളി തുടങ്ങിയവരും പ്രസംഗിച്ചു. മാറിയത് നിരക്ഷരരായ
തോട്ടിപ്പണിക്കാരായ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള തൊഴിലാളികൾ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഒരു നദീപ്രവാഹം പോലെ ഒഴുകിയെത്തിയത് അത് മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അഹിംസ എന്ന് പറയുന്ന മന്ത്രസിദ്ധാന്തത്തിനെത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് പുതുജീവൻ നൽകിയ ആ മഹാത്മാവിനെ മതത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നാൽ ഒരിക്കലും ഇതൊരു ഹിന്ദുത്വ വർഗീയ രാഷ്ട്രമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഥുറാം വിനായക് ഗോഡ്സെയെ സവർക്കർ അടക്കമുള്ള നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി വന്നുകൊണ്ട് വെടിയുതിർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈബിളിൻ്റെയും ഖുർആനിൻ്റെയും ഭഗവത്ഗീതയുടെയും ഒക്കെ ഏടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹത്തിന് ആ മഹാത്മാവിൻ്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകളാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മളാണ് ഗാന്ധിയെക്കുറിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് ഇന്നത്തെ കാലത്ത് എത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്ത നാൾ മുതൽ ഇന്നേ വരെ മികച്ച പോരാട്ടം നടത്തുന്ന തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജയ്സൺ മാഷിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. പുത്തൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പരിപാടി UDF ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, INTUC പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് UK സദാനന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KT എബ്രഹാം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ മാത്യു കണ്ണൂർക്കാടൻ, ജയചന്ദ്രൻ ഏരാത്ത്, ജോസുകുട്ടി ബിനോഷ് എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജന്മദിനത്തിൽ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. മുല്ലക്കരയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുത്തു ബൂത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ജോണി അരിമ്പൂർ അധ്യക്ഷനായി. PG വിശ്വംഭരൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേവസി PP, ടിറ്റോ തോമസ് ചാലമന, രാജേഷ് VR, ജോയ് KG, ഓമന ജോണി, ജോയ് CL, ജോസ് പാറക്കൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ 23 മിഷൻ ക്വാർട്ടേഴ്സ് കൌൺസിലർ ലീല വർഗീസിന്റെ അധ്യക്ഷതയിൽ മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ഗാന്ധി സ്മൃതി നടത്തി. EA ജോസഫ്, DCC ഭാരവാഹികളായ പ്രൊഫസർ സിറിയക് ജോൺ, നിജി ജസ്റ്റിൻ, ബൈജു വർഗീസ്, ജോർജ് ചാണ്ടി, അബി ആന്റണി, CK ചന്ദ്രൻ, ജോൺസൺ ആലപ്പാട്ട്, തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബ് പ്രസിഡന്റ് CK ജോയ് എന്നിവർ സംസാരിച്ചു. വോട്ട് കൊള്ളയ്ക്കും പോലീസ് അതിക്രമങ്ങൾക്കുമെതിരെ മുക്കാട്ടുകരയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വെളിച്ചം വീശാൻ ജ്യോതിർഗമയ എന്ന പേരിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സംഘടിതമായി വോട്ടുകൾ ചേർത്ത് ആസൂത്രിതമായി വോട്ടുകൾ വെട്ടിക്കളഞ്ഞ് വോട്ട് കൊള്ളയ്ക്കെതിരെ ജനമൈത്രി പോലീസുകളെ ജനവൈരി പോലീസുകളാക്കിയ ഭരണകൂടങ്ങൾക്കെതിരെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിനാണ് ജ്യോതിർഗമയ സംഘടിപ്പിച്ചത്. കുറ്റമറ്റ വോട്ടർ പട്ടിക, സുതാര്യമായ തിരഞ്ഞെടുപ്പ് രാജ്യത്തുണ്ടാകണമെന്നും ജനമൈത്രി പോലീസുകളെ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന മുന്നിൽ നിർത്തിയുള്ള പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ സദസ്സിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷനായി. ദേശീയ അവാർഡ് ജേതാവ് പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ ഉദ്ഘാടനം ചെയ്തു. ജോസ് കുന്നപ്പിള്ളി, PS സുനിൽകുമാർ, ഉദയകുമാർ, നിതിൻ ജോസ്, KK ആന്റോ, അജിതൻ പല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാണ്, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറയുന്ന CPM ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അവർക്കെതിരെയും പ്രതിഷേധിക്കേണ്ടതുണ്ട്. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ് ജനവൈരി പോലീസായിട്ട് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനമൈത്രി പോലീസിനെ വീണ്ടെടുക്കണമെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തി കുറ്റമറ്റ വോട്ടർ പട്ടിക നൽകി ഈ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജ്യോതിർഗമയ എന്ന ഈ സായാഹ്ന സദസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കരുമത്രയിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. നേതാക്കളായ സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, AA ബാഷീർ, NM വിനീഷ്, KC സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. KJ അജോൺ, NC അഖിൽ, PJ ഷാരോൺ, AH സെയ്ജ് മുഹമ്മദ്, KA സാബു, SA ബഷീർ, PA തോമസ്, ഉഷ റപ്പായി, AH സിദ്ദീഖ്, PT വർഗീസ്, TA ചാക്കോ,
AT ബിജു, PV തങ്കമ്മ, PP തോമക്കുട്ടി എന്നിവർ പങ്കെടുത്തു. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ വാർഡ് 23 അങ്കനവാടിയിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടന്നു. NSS വളണ്ടിയേഴ്സ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗാന്ധി ജയന്തി ആചരിച്ചു. അങ്കനവാടി വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങൾ നടത്തി കളിപ്പാട്ടങ്ങൾ സമ്മാനിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ചു. NSS വളണ്ടിയർ ലീഡർ അഭിനവ് MJയോടൊപ്പം 10 പേർ പങ്കാളികളായി. ടീച്ചർമാരായ സെൽഡ K ജോസ്, റോസ്മി ബാബു എന്നിവർ നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ മുന്നണി പനഞ്ചകം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവിന്റെ അനുസ്മരണം രാവിലെ നടന്നു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ്സൺ M ജോണയുടെ അധ്യക്ഷതയിൽ വാർഡ് സെക്രട്ടറി നൌഷാദ് NS ഗാന്ധിയെക്കുറിച്ച് സംസാരിച്ചു. KSPA സംസ്ഥാന സമിതി അംഗം ധർമ്മരാജൻ പൂക്കാടൻ ആശംസകൾ അറിയിച്ചു. ബ്രില്യൻ തോമസ്,
രാഷ്ട്രപിതാവിനെക്കുറിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഷീല സൈമൺ, ജോബ് ഔസേബ്, ജോഷി ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മഹാത്മജി നമ്മളും എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം നടക്കുന്നു. ഒക്ടോബർ 6 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിലാണ് മത്സരം. ജില്ലാ കളക്ടർ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പേര്, ക്ലാസ്, സ്കൂൾ വിലാസം എന്നിവ ഹെഡ്മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിനോടൊപ്പം DIO@gmail.com ഒക്ടോബർ 4 ഉച്ചയ്ക്ക് 2 മണിക്കകം അയയ്ക്കുക. ഒരു സ്കൂളിൽ നിന്ന് പരമാവധി 2 പേർക്ക് പങ്കെടുക്കാവുന്നതാണ്. പാണഞ്ചേരി കോരംകുളം ക്ഷേത്രത്തിൽ വിജയദശമി വിദ്യാരംഭ ചടങ്ങിന്റെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. ക്ഷേത്രം മേൽശാന്തി ശക്തിപ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. അർച്ചനയ്ക്കു ശേഷം സരസ്വതി പൂജയും പൂജയെടുപ്പും നടന്നു. അർച്ചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും വിദ്യാസാരസ്വതം നെയ്യും പാൽപ്പായസവും പൂജിച്ച പേനയും പ്രസാദമായി നൽകി. ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി. ഗാന്ധി ജയന്തി ദിനത്തിൽ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരിച്ചു. അയ്യന്തോൾ പാർക്കും പരിസരവും വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ച് ഒലിവ് മരം നട്ടു. വാക്കേഴ്സ് ക്ലബ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ട്രഷറർ ബാലചന്ദ്ര സുഭാഷ്, കെ മൊയ്തു, പ്രകാശ് ബാബു, ടൈനി ഫ്രാൻസിസ്, ഷൺമുഖൻ കല്ലിങ്ങൽ, CK ഷീല, ജോൺസൺ ഡിക്രൂസ്, TS ശിവൻ, CV കൃഷ്ണകുമാർ, KA ജോഷി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 2024-25 സാമ്പത്തിക വർഷത്തെ ധനകാര്യ പത്രിക പരിഷ്കരിച്ച് തയ്യാറാക്കാൻ 3 മാസത്തേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ അധിഷ്ഠിത BCom വിദ്യാഭ്യാസ യോഗ്യതയും അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. പ്രവൃത്തി പരിചയം, യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ബയോഡാറ്റ എന്നിവയുടെ അസൽ സഹിതം ഒക്ടോബർ 4 രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ കോർപ്പറേഷന്റെ അക്കൗണ്ട്സ് വിഭാഗത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 0487242220. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം. ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി, എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ.
വാർത്തകൾ തുടരുന്നു. കോടതി ഉത്തരവ് ലംഘിച്ച് വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ജോലിസ്ഥലത്തും താമസിക്കുന്ന വീട്ടിലും വന്ന് ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞ കേസിലെ പ്രതി അറസ്റ്റിലായി. പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ കറുകുറ്റി സ്വദേശി പൈനിങ്കൽ ബിനേഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി തൃശൂർ റൂറൽ പോലീസ്. അന്തിക്കാട് മുറ്റിച്ചൂർ കുരിക്കാപ്പീടിക സജീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജൈസൺ, മണികണ്ഠൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ്, സിവിൽ പോലീസ് ഓഫീസർ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്ത്രീധന പീഡന മരണക്കേസിൽ ഒളിവിൽ കഴിഞ്ഞ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട് പയ്യപ്പള്ളി വീട്ടിൽ ഹരിദാസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കെ എൻ, സബ് ഇൻസ്പെക്ടർ ജിജു കരുണാകരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ്, രാകേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിലാസമെന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഗാന്ധിയുടെ ഇന്ത്യയെ ഗാന്ധിജിയുടെ നാടാണെന്ന് കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ. വിജയദശമി ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളെത്തി. വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. മുക്കാട്ടുകര ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജ്യോതിർഗമയ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.